ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ജോൺ ട്രാവലേഴ്സിൻ്റെ യാത്ര ബാംഗ്ലൂരിലേക്കാണ്. ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ വിമാനയാത്ര, അതും ബാംഗ്ലൂരിലേക്ക്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും നിങ്ങൾ കണ്ടുവരൂ. എന്നിട്ട് നമുക്ക് ബാംഗ്ലൂരിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ട്രാവൽ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് പോകേണ്ട വൺ വേ ആണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതിൽ എത്ര ആളാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ തൽക്കാലം ഞങ്ങൾ 1 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം സ്റ്റാർട്ടിങ് എവിടെ നിന്നാണോ, ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ടിക്കറ്റ് ചാർജ് കൂടുതലായതുകൊണ്ട്, ക്രിസ്മസിൻ്റെ ഡേറ്റോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൊച്ചിയിൽ നിന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത്. കൊച്ചി ടു ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഡേറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് റേറ്റുകളൊക്കെ കാണാൻ പറ്റും. ഓരോ ഡേറ്റിലും ഓരോ റേറ്റാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഡൺ കൊടുത്തു. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം കാണുന്ന ടിക്കറ്റ് റേറ്റുകൾ അവിടെ കാണാൻ കഴിയും. അതിപ്പോൾ ഇൻഡിഗോ ആണെങ്കിൽ ഓരോ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നുണ്ടാവുക. അവിടെ സ്റ്റാർട്ടിംഗ് ടൈം 5:25 സ്റ്റാർട്ടിംഗ് ടൈം. അപ്പം ആ ഫ്ലൈറ്റ് സെലക്ട് ചെയ്തു. അതിൽ നമ്മൾ കാണുന്ന ഇൻഡിഗോൻ്റെ റേറ്റ് അവിടെ കാണാം. അതിൽ ആ റേറ്റിൻ്റെ നേരെ കണ്ടിന്യൂ കൊടുക്കുക. മുകളിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള സ്റ്റാർട്ടിങ്ങും എവിടേക്കാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ അവിടെ ഉണ്ടാവും. എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത് തന്നെ അവിടെ കിടക്കുന്നുണ്ടാവും. അതിൽ മോഡിഫൈ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ 4 പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ടൈമിൻ്റെ ഡീറ്റെയിൽസ്, അതിൽ 3 റേറ്റ് കാണാം. അതിൽ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളെ ഫോൺ നമ്പർ ആഡ് ചെയ്യാം. അത് ഒ ടി പി നമ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോൺ നമ്പറും അതേപോലെ ഇമെയിൽ ഐ ഡിയും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടാവും, അത് ആഡ് ചെയ്ത് കൊടുക്കണം. വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇതിൽ പോകുന്ന പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഓരോരുത്തരുടേതായിട്ടുള്ള ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ. അങ്ങനെ ഇവിടെ കാണാം 4 പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് ചെറിയ രീതിയിലുള്ളൊരു ഫുഡിൻ്റെ ഓപ്ഷനും കൂടിയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. അതിന് താഴെ കാണുന്ന കണ്ടിന്യൂ സീറ്റ് സെലക്ട് ചെയ്യുക. ഇത് ഫ്ലൈറ്റിലെ നമുക്ക് വേണ്ട സീറ്റ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം, ഏത് ഭാഗത്താണ് വേണ്ടത് എന്നുള്ളത്. ഇതിൽ ബുക്ക്ഡ് ആയിട്ടുള്ള സീറ്റുകളും അതേപോലെ ബുക്കാവാത്ത സീറ്റുകളും സെപ്പറേഷനായിട്ട് കാണിക്കുന്നുണ്ടാവും. നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ, വിൻഡോ സീറ്റാണ് എവിടെ വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ സീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. 4 സീറ്റാണ് വേണ്ടത്. അപ്പോൾ ഓൾറെഡി 4 സീറ്റ് സെലക്ട് ചെയ്ത് സെൻട്രലായിട്ടുള്ള 4 സീറ്റ് സെലക്ട് ചെയ്തു.
അങ്ങനെ 4 ആളുകൾക്കും സീറ്റ് റെഡിയായി. സെലക്ട് ചെയ്തിട്ടാണ് ക്ലിക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇനി നമ്മൾ വരുന്നത് പേയ്മെൻറ്റ് മെത്തേഡാണ്. അതായത് ടിക്കറ്റ് ചാർജ് പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷന്. ഇതിലിവിടെ കാർഡ് ഹോൾഡർ നെയിം, കാർഡ് നമ്പർ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതിൽ UPI ഓപ്ഷനിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതിൽ UPI ID കൊടുക്കാം. എന്നിട്ട് വെരിഫൈ കൊടുത്തതിന് ശേഷം പേ നൗ സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ കൊടുക്കുക. പേയ്മെൻറ്റ് ഇനി ആ 20 മിനിറ്റിനുള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ ആ ഒരു വാട്സപ്പ് നമ്പറിലേക്കോ ഒരു OTP പോവും, അപ്രൂവൽ റിക്വസ്റ്റ് പോവും. അവിടെ മുഴുവൻ റേറ്റ് നമ്മൾ 4 ആളുകൾക്കുള്ള റേറ്റാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാം. 4 പേരുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്കതിൻ്റെ പാസഞ്ചർ ഡീറ്റെയിൽസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അതിൻ്റെ PDF ആണ് കാണുന്നത്. PDF പ്രിൻ്റ് ചെയ്തു കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എറണാകുളം വരെ ബസ്സിൽ യാത്ര ചെയ്യണം. ടിക്കറ്റ് ആദ്യമേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സീറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയുമില്ല. കൊച്ചി എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ് ചാർജ് കുറവായതുകൊണ്ടാണ് കൊച്ചിയിൽ നിന്നാക്കാമെന്ന് കരുതിയത്. 5 മണിക്കൂർ യാത്രകൾക്ക് ശേഷം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുൻ കവാടത്തിൽ തന്നെ ബസ് നിർത്തി തന്നു. ബസ്സിലെ യാത്ര കുറച്ചധികം തന്നെ ക്ഷീണിച്ചു. 5:25-നാണ് ഫ്ലൈറ്റ്. പക്ഷേ ഇനിയും ഒരുപാട് സമയമുണ്ട്. അതുവരെ ഇവിടെ ചെലവഴിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ബോർഡിംഗ് പാസ് എടുത്ത് നേരത്തെ തന്നെ ഉള്ളിലേക്ക് കയറി. ഞങ്ങളെല്ലാവരുടെയും ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ലോഞ്ചിൽ പോയി റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് മയങ്ങി എണീറ്റപ്പോഴേക്കും
ഞങ്ങളുടെ പോകാനുള്ള ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ സമയമായി. വെറും അരമണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ബാംഗ്ലൂർ എയർപോർട്ട് അത്യാവശ്യം വലുത് തന്നെയാണ്. ഒരുപാട് ഏരിയയുണ്ട്. എല്ലാം ചുറ്റി നടന്ന് കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇനി ബാംഗ്ലൂർ ടൗണിലേക്കുള്ള ബസ് കണ്ടുപിടിക്കണം. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി എയർപോർട്ടിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ബാംഗ്ലൂർ ടൗണിലേക്കുള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ് തേടി വീണ്ടും നടന്നു. ബാംഗ്ലൂർ ടൗണിലേക്കുള്ള ബസ് കിട്ടി. ഇനി 1 മണിക്കൂർ യാത്രയുണ്ട് ബാംഗ്ലൂർ ടൗണിലേക്ക്. അവിടെ ചെന്നിട്ടാണ് ബാക്കി യാത്രകളും കാഴ്ചകളും.